നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾ എവിടേക്ക് യാത്ര പോകുന്നോ ആ യാത്ര പോകുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുള്ള മറ്റൊരാളുടെ കയ്യിൽ നിങ്ങൾ യാത്ര പോകുന്ന സ്ഥലവും നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വരെ അയാൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. നമ്മൾ ആർക്കും അറിയില്ല നമ്മുടെ ഫോണിനകത്ത് അങ്ങനെ ഒരു സൗകര്യമുള്ളത്. പല ആളുകൾക്കും അറിയില്ല. വീട്ടിലുള്ള ആളുകളൊക്കെ പലപ്പോഴും ഇതുപോലെ പുറത്തു പോകും. വീട്ടിലുള്ള ആളുകൾ ആരെങ്കിലും ഫോൺ വിളിച്ച് ചോദിച്ചാൽ ഞാൻ പോയിട്ടില്ലെന്ന് പറയും. പക്ഷേ ഫോണിൽ ചെക്ക് ചെയ്താൽ അവർ യാത്ര പോയ സ്ഥലം കൃത്യമായിട്ട് അവരുടെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരത്തിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ റെക്കോർഡാകുന്ന നമ്മൾ യാത്ര പോകുന്ന സ്ഥലങ്ങൾ എങ്ങനെ നമുക്ക് ഓഫ് ചെയ്യാമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് ഓഫ് ചെയ്ത് വെക്കുക. കാരണം ചിലപ്പം പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലോ അല്ലെങ്കിൽ കാമുകന്മാർക്കിടയിലോ ഒക്കെ ഇത്തരത്തിൽ യാത്ര പോകുന്ന സമയത്ത് അവരറിയാതെ പുറത്തു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ യാത്ര ചെയ്ത കൃത്യമായ ലൊക്കേഷനും നിങ്ങൾ യാത്ര ചെയ്ത ദിവസവും സമയവും വരെ അവർക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അതെങ്ങനെ ഓഫ് ചെയ്യാന്നുള്ളത് കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിന് ഏറ്റവും മുകളിൽ നിങ്ങൾ മൈ ആക്ടിവിറ്റി എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൈ ആക്ടിവിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ മൈ ആക്ടിവിറ്റി എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ കാണാൻ സാധിക്കും. നമ്മുടെ ആക്ടിവിറ്റി ഓണായി കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, ടൈം ലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഓണായിട്ട് കിടക്കുകയാണ്. നിങ്ങൾ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സ്ഥലത്തേക്ക് യാത്ര പോകുന്നുണ്ട് എന്നുള്ള ഒരു ലൈൻ റൂട്ട് ഇത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ടൈം ലൈൻ എന്നുള്ളത് ഓണാക്കി കൊടുത്ത് ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഇവിടെ മുകളിലായിട്ട് വായിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഓരോ യാത്രകളും ഇത് സേവ് ചെയ്ത് വെക്കുക, ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്ത് വെക്കുന്നുണ്ടെന്നും നിങ്ങൾ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളും നിങ്ങളുടെ റൂട്ട് മാപ്പും ഈച്ച് യുവർ ഡിവൈസ് നിങ്ങളുടെ ഫോണുമായി ബന്ധപ്പെട്ട് ഫോണുമായി കൊണ്ടുപോകുന്ന യാത്രയിലൊക്കെ ഇത് സേവ് ചെയ്ത് വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഇത് സേവ് ആണ്. അപ്പോൾ ഇത് ടേൺ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടേൺ ഓഫ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്ത് നിന്ന് അത് ഇതുപോലൊരു പോപ്പപ്പ് വരും. ഓക്കെ കൊടുത്താൽ പിന്നെ ഈ ഒരു ഭാഗം ഓഫായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ യാത്ര പോകുന്നത് നിങ്ങളുടെ ഫോണിനകത്ത് ഒരാൾക്ക് തിരഞ്ഞു പിടിച്ചാൽ കാണാൻ സാധിക്കില്ല. ഇനി നിങ്ങൾ യാത്ര പോയി കഴിഞ്ഞാൽ അത് എവിടെയാണ് നിങ്ങൾ യാത്ര പോയത് എന്ന് വളരെ ഈസിയായിട്ട് എങ്ങനെ കണ്ടെത്താമെന്നല്ലേ കാണിച്ചുതരാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ഇത്തരത്തിൽ മൊബൈൽ ഫോണുമായി പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളുടെ ഇമെയിൽ ID നിങ്ങളുടെ ഫോണിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ എവിടേക്ക് യാത്ര പോയിട്ടുണ്ട് എന്നും ഏതൊക്കെ ദിവസങ്ങൾ യാത്ര പോയി എന്ന് എവിടെ വെച്ച് കണ്ടെത്താമെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാം. മാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ യുവർ ടൈം ലൈൻ എന്നുള്ളത് നമ്മൾ നേരത്തെ ഓഫ് ചെയ്തത് ടൈം ലൈൻ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ യുവർ ടൈം ലൈൻ എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഓർക്കുക, നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങളുടെ മെയിൽ ID കിട്ടിയാലാണ് ഇതിങ്ങനെ കാണാൻ സാധിക്കുക. അപ്പോൾ വീട്ടിലുള്ള ആരുടെയെങ്കിലൊക്കെ മെയിൽ ID നിങ്ങളുടെ ഫോണിനകത്തുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ മെയിൽ ID അത് പലപ്പോഴും തമ്മിൽ അത് ഷെയർ ചെയ്തിട്ടുള്ള മെയിൽ ID ആയിരിക്കും. അതുപോലെ തന്നെ കാമുകന്മാരുടെ ഇമെയിൽ ID ഒക്കെ ഷെയർ ചെയ്തതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമെയിൽ ID ഉള്ള ആ ഒരു ഭാഗം ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക. ഞാനിന്ന് ഒരു പെട്രോൾ പമ്പിൽ മാത്രമാണ് പോയതെന്ന് കാണാൻ സാധിക്കും. ടുഡേ എന്ന് കാണാൻ സാധിക്കും. ഇനി ഈ ടുഡേ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണാൻ സാധിക്കും. ഞാൻ ഈ മാസം 1-ാം തീയതി പോയത് എവിടേക്കാണെന്ന് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ജൂൺ 1 സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഞാൻ പോയ സ്ഥലങ്ങളും ഞാൻ ഏത് വാഹനമാണ് ഉപയോഗിച്ചത്, മോട്ടോർ സൈക്കിളിലാണ് പോയതെന്നും അതുപോലെ തന്നെ താഴെ ഭാഗത്ത് കാണാൻ സാധിക്കും എവിടേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്തെന്നും ഏത് സമയത്താണ് നമ്മൾ അവിടെ എത്തിയെന്നും ഏത് സമയത്താണ് അവിടെ നിന്ന് നമ്മൾ യാത്ര തിരിച്ചു പോകുന്നതെന്നും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഡ്രൈവ് ചെയ്തത് പെട്രോൾ പമ്പിൽ പോയത് 7:51 വൈകുന്നേരം. പക്ഷേ 5 മിനിറ്റ് കൊണ്ട് 7:56 തന്നെ ആ പെട്രോൾ പമ്പിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തിൻ്റെയും കൃത്യമായൊരു മാപ്പ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഏതൊക്കെ ദിവസം ഏതൊക്കെ വാഹനത്തിൽ ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ സമയത്ത് ഏത് ദിവസത്തിൽ പോയി എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു മാപ്പ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ പുറത്തു പോകുന്ന ആളുകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.